കണക്കും കാര്യം എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം 2 ഭാഗങ്ങളിലായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ, അതായത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 1 കിലോ സ്വർണം ഒരു മലയാളി കടത്തിയാൽ, അത് ഗൾഫിൽ നിന്നാകട്ടെ മറ്റെവിടെ നിന്നും ആകട്ടെ, 1 കിലോ സ്വർണം കടത്തിയാൽ അയാൾക്ക് ഉണ്ടാകുന്ന ലാഭം എത്ര. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കണക്ക് പറഞ്ഞോട്ടെ. 2019 തൊട്ട് 2023 ഫെബ്രുവരി മാർച്ച് വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 എയർപോർട്ടുകളായ തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂർ എന്നീ 3 എയർപോർട്ടുകളിൽ പിടിക്കപ്പെട്ടത് 1500 കിലോ സ്വർണമാണ്. മറക്കണ്ട, 1500 കിലോ സ്വർണം. അതിൽ 1000 കിലോ സ്വർണം പിടിച്ചതും, അതായത് 2019-നും 2023-നും ഇടയിൽ 1000 കിലോ സ്വർണം പിടിച്ചതും നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലാണ്. അപ്പോൾ ആ കണക്ക് നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ. ഇനി 1 കിലോ സ്വർണം കടത്തിയാൽ എത്ര രൂപ ലാഭം? 1 കിലോ സ്വർണം കടത്തിയാൽ ഒരു കടത്തുകാരന് അല്ലെങ്കിൽ ആ കൊള്ള സംഘത്തിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെയാണ്. അതായത് നിലവിലെ വില അനുസരിച്ച് ദുബായിൽ 24 കാരറ്റ് സ്വർണം 1 കിലോ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രൂപയായ 52 ലക്ഷം രൂപ കൊടുക്കണം. അത് നികുതി അടച്ച്, ഇന്ത്യയിലെ നികുതി അടച്ച്, അത് 15-നും 18% വരെ വരും. 18% വരെ നികുതി അടച്ച് നിങ്ങളത് ഇറക്കണമെന്നുണ്ടെങ്കിൽ 61 ലക്ഷം രൂപയാകും. അതായത് 61 മൈനസ് 52, 9 ലക്ഷം രൂപ നിങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ടി വരും. ഈ 9 ലക്ഷം രൂപ നികുതി അടവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം ഇങ്ങോട്ട് കടത്തുന്നത്. ഈ 9 ലക്ഷം രൂപ നികുതി ഒഴിവാക്കുമ്പോൾ, അത് ലാഭമായി കണക്കാക്കുമ്പോൾ, അത് ലാഭമായിട്ട് എടുക്കുമ്പോൾ അതിലാകെ കൂടി ചിലവ് വരുന്നത് ചിലപ്പോൾ ഈ കടത്തുകാരന് ഒരു 1 ലക്ഷം രൂപ മൊത്തം കൂടി കൊടുക്കുമായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു മലയാളി 1 കിലോ സ്വർണം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയാൽ ഏകദേശം 8 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഒന്നും അറിയാതെ പോക്കറ്റിലിരിക്കും. ഇനി നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ച് കാണും. എല്ലായ്പ്പോഴും 1 കോടിക്ക് താഴെ, അതായത് ഇന്ത്യൻ രൂപ 1 കോടിക്ക് താഴെ മാത്രമേ സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നുള്ളൂ. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1 കിലോ സ്വർണത്തിന് 9 ലക്ഷം രൂപ ലാഭിക്കും. 1 കിലോ സ്വർണത്തിന് 52 ലക്ഷം രൂപ വരും. അതായത് ഒരു 1.25 കിലോ സ്വർണം നിങ്ങൾ വാങ്ങിച്ചാൽ പോലും അത് 1 കോടിക്ക് താഴെ നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കണക്കുകൾ എപ്പോഴും അങ്ങനെയാണ്. 1 കോടിക്ക് താഴെ 99 ലക്ഷത്തിൻ്റെ സ്വർണം പിടിച്ചു എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. 1 കോടിക്ക് മുകളിൽ പോയാൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ കടത്തുകാരനകത്ത് പോകും, ബാക്കിയുള്ള ലോബികളെല്ലാം പിടിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 കോടിക്ക് താഴെ മാത്രം സ്വർണം കടത്തും. അങ്ങനെ കടത്തി കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാലും നിങ്ങൾ നികുതി അടച്ച്, ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്, നികുതി അടച്ച് നിങ്ങൾക്ക് സ്വർണം വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഒരു സാധാരണ മനുഷ്യന്, അതായത് ഒരു നിയമപരമായിട്ട് എത്രമാത്രം സ്വർണം കൊണ്ടുവരാൻ പറ്റും? നിയമപരമായിട്ട് ഇന്ത്യൻ എയർപോർട്ടുകളിൽ 50,000 രൂപയുടെ സ്വർണം ഒരു പുരുഷനും 1 ലക്ഷം രൂപയുടെ സ്വർണം ഒരു സ്ത്രീക്കും കൊണ്ടുവരാൻ പറ്റും, ഈ നിയമപരമായിട്ട്. അപ്പം നിയമപരമായിട്ട് ഇത്ര മാത്രമേ നികുതി അടയ്ക്കാതെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി നികുതി അടച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 18% നികുതി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് ഇത്രമാത്രം ഇവിടെ കൂടുന്നത്. ഇനി 1500 കിലോ കടത്ത് സ്വർണം പിടിക്കപ്പെട്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. 1500 കിലോ കടത്ത് സ്വർണം പിടിക്കപ്പെട്ടുവെങ്കിൽ, അതായത് 2019, 20, 21, 22, 23 5 കൊല്ലത്തിനിടയിൽ 1500 കിലോ സ്വർണം പിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അതിൽ 1000 കിലോ സ്വർണം കരിപ്പൂരിൽ പിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ 10 ഇരട്ടി സ്വർണം നികുതി വെട്ടിച്ച് വെളിയിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പരിചയമുള്ള, എന്നോടടുപ്പമുള്ള പല സോഴ്സുകളും കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരും പറയുന്നത്. അതായത് 1 കിലോ സ്വർണത്തിൽ
9 ലക്ഷം രൂപ വെട്ടിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. 1000 കിലോ സ്വർണം കരിപ്പൂരിൽ പിടിച്ചു. ഈ 1000 കിലോ സ്വർണം പിടിക്കപ്പെടാതെ പുറത്തു പോയെന്ന് വിചാരിക്കുക. അതിൽ 9 ലക്ഷം രൂപ വെച്ച് 1 കിലോയ്ക്ക് പിടിക്കപ്പെടാതെ വെളിയിൽ പോയിരുന്നെങ്കിൽ എത്ര കോടിയുടെ ലാഭമാണ് ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് മാഫിയ ഉണ്ടാക്കിയിരുന്നത്. ഇനി ഈ സ്വർണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മാർക്കറ്റിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഈ സ്വർണം എങ്ങനെ ജുവലറികളിൽ എത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലെത്തുന്നു, എന്തിനെത്തുന്നു എന്നുള്ളതൊക്കെ രണ്ടാം ഭാഗത്തിലേക്ക് പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ 1500 കിലോ സ്വർണം പിടിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കണക്കുകൾ മാത്രം ഒന്ന് വായിച്ചു പോകാം. 2019-20 കോഴിക്കോട് എയർപോർട്ടിൽ പിടിച്ചതാണ്. 2019-20 261 കിലോ സ്വർണം പിടിച്ചു. 2020-21 146 കിലോ. അത് കോവിഡിൻ്റെ സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് സ്വർണത്തിൻ്റെ വരവും കുറവായിരുന്നു. 2021-22 പിടിച്ച സ്വർണം കോഴിക്കോട് എയർപോർട്ടിൽ 200 കിലോ ആയിരുന്നു. 2022-23 കോഴിക്കോട് എയർപോർട്ടിൽ പിടിച്ച സ്വർണം 291 കിലോ. അതായത് 2019 തൊട്ട് 2023 വരുമ്പോൾ ഏകദേശം 1000 കിലോ സ്വർണം കരിപ്പൂരിൽ കടത്താൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, കടത്തുന്ന സ്വർണത്തിൻ്റെ തോത് കൂടുന്നു എന്നുള്ളതും കൂടിയാണ്. ഇനി കൊച്ചിൻ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ 2019-20 132 കിലോ, 2020-21 78 കിലോ, 2021-22 105 കിലോ, 2022-23 154 കിലോ. തിരുവനന്തപുരം എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ 2019-20 111 കിലോ, 2020-21 28 കിലോ, 2021-22 21 കിലോ, 2022-23 26 കിലോ. ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ 2019-20 111 കിലോ എന്നൊക്കെ പറയുന്നത് ആ സമയത്തായിരുന്നു നമ്മുടെ സ്വപ്നയുടെ കൂട്ടാളികളും ചേർന്ന് CMൻ്റെ ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഗുമസ്തനായിരുന്ന ശ്രീ ശിവശങ്കരനുമായൊക്കെ ബന്ധപ്പെട്ട് കസ്റ്റംസ്, ഡിപ്ലോമാറ്റിക് ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് മറക്കണ്ട. കേരളത്തിൽ ഈ സ്വർണം നികുതി അടയ്ക്കാതെ വെളിയിലിറങ്ങുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കുന്നതാണ്. ഇനി നികുതി അടയ്ക്കാതെ ഇറങ്ങുന്ന ഈ സ്വർണം നേരായ മാർഗത്തിലൂടെ നികുതി പിരിവ് നടക്കാത്തതും നമ്മുടെ സംസ്ഥാനത്തിലെ വരുമാനത്തെ ബാധിക്കുന്നതാണ്. കേരളത്തിൽ 5 കൊല്ലം കൊണ്ട് 1500 കിലോ സ്വർണമാണ് പിടിക്കപ്പെട്ടത്. അതിൻ്റെ 10 ഇരട്ടി വെളിയിൽ പോയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1 കിലോ സ്വർണം നിങ്ങൾക്ക് എയർപോർട്ടിലൂടെ കടത്തിയാൽ നിലവിലെ വിലയനുസരിച്ച് ഏകദേശം 8 ലക്ഷം 9 ലക്ഷം നികുതി വെട്ടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈസി മണി എന്നുള്ള രീതിയിൽ മലയാളി സ്വർണം കടത്തുന്നത്. ഈ വീഡിയോയുടെ രണ്ടാം ഭാഗമായ കടത്തപ്പെട്ട സ്വർണം എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അടുത്ത പ്രാവശ്യം പറയാം. കണക്കും കാര്യം എന്ന വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.